Tell me about yourself. My name Preeti, and I study degree, and I am in Palakkad, and I know computer, and ഒരു ഇൻ്റർവ്യൂവിനോ വല്ലവിടേക്കോ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനൊരു ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളത് റിജക്റ്റ് ചെയ്യും. സോ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്, നോട്ട് ഓൺലി ഫോർ ഇൻ്റർവ്യൂ പേർപ്പസ്. പക്ഷേ ഒരു ബേസിക് ആയിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അവിടെ അവർ നമ്മളടുത്ത് ഇംഗ്ലീഷിൽ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് റിപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് നമുക്ക് അറിയണം. പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ കുറേ പൈസ ചിലവാക്കേണ്ടി വരുമോ, വേറെ ജോബും കാര്യങ്ങളും ജോലിക്കൊക്കെ പോകാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഓൺലൈനായിട്ടൊന്നും കോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല, ബുക്ക് വാങ്ങി പഠിക്കാനുള്ള സമയമില്ല, എനിക്ക് അതിനുള്ള ബുക്ക് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു, അങ്ങനെയുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ളൊരു ഓപ്ഷൻ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്താണെന്നല്ലേ, ChatGPT. സോ ChatGPT ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സൂപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് തരും. ആൻഡ് ചില ആൾക്കാർക്ക് ChatGPT എന്താണെന്നറിയാത്ത ആൾക്കാർ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതൊരു ആപ്പാണ്, ഒരു AI ആപ്പാണ്. സോ നമുക്ക് ഇത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം കേട്ടോ. ഓക്കെ, സോ അതിന് ഫസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്, ടെൽ യുവർ ലെവൽ. നിങ്ങളുടെ ലെവൽ എന്താണോ, നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ എന്താണ്, നിങ്ങൾ ബിഗിനർ ആണോ, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം, കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് മാത്രമേ ശരിയാക്കാനുള്ളൂ, അങ്ങനെ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളാണെന്നുള്ളത് ChatGPTക്ക് അറിയില്ല. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, നിങ്ങളുടെ ലെവൽ എന്താണെന്ന് ChatGPTയോട് അങ്ങോട്ട് പോയി പറയുക. സോ പറയേണ്ടത് നമുക്ക് ടൈപ്പ് ചെയ്തിട്ടും പറയാം, അതിന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ ChatGPT ഇങ്ങോട്ട് തരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇപ്പുറത്ത് ChatGPT ഓപ്പൺ ചെയ്താൽ, ഞാൻ സ്ക്രീൻഷോട്ട് ഇവിടെ ആഡ് ചെയ്യാം, സൈഡിലായിട്ട് ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്, വോയിസ്. നമുക്ക് വോയിസ് നോട്ടില്ലേ, വാട്സപ്പിലൊക്കെ നമ്മൾ വോയിസ് മെസ്സേജ് ഇല്ലേ, അതുപോലൊരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ ഇങ്ങനെ വോയിസ് ആയിട്ട് അയച്ചാലും ChatGPT അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള റിപ്ലൈ തിരിച്ചു തരും. സോ നിങ്ങൾ ഐ ആം എ ബിഗിനർ എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ പറയുക, ഐ ആം എ ബിഗിനർ ആൻഡ് ഐ വോണ്ട് ടു ലേൺ സിമ്പിൾ ഇംഗ്ലീഷ്. സോ ട്രെയിൻ മീ ആൻഡ് കറക്റ്റ് മീ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോംപ്റ്റ് എന്താണോ അതൊക്കെ കൊടുക്കുക. അപ്പോൾ ChatGPT നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള കോൺവെർസേഷൻസ് ഇങ്ങോട്ട് അയക്കാൻ തുടങ്ങും. അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടെ കൊടുത്തോളൂ, എനിക്ക് ഒരു ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം അതിൻ്റെ മലയാളം മീനിങ്ങും കൂടെ വേണമെന്ന് പറയാം. ബിക്കോസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, ബിഗിനർ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ട് ഡെയിലി റൂട്ടീനിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ആദ്യം പഠിക്കുക. അതായത് ഒരു ദിവസം നടക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാൻ പഠിക്കുക. ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, മോർണിംഗ് തൊട്ട് ഓരോ കാര്യങ്ങളും അത് ഇംഗ്ലീഷിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ആൻഡ് അടുത്ത പോയിന്റ്, പ്രാക്ടീസ് എവറിഡേ കോൺവെർസേഷൻ. സോ എവറിഡേ ഡെയിലി നടക്കുന്ന ഒരു കോൺവെർസേഷൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ChatGPTയോട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. സോ അതിൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ റിപ്ലൈ തരാൻ പറയുക. സോ ആ തരുന്ന റിപ്ലൈ നമ്മൾ വായിച്ച് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ പറയേണ്ടത് എന്നുള്ളത്, അതിൻ്റെ മലയാളം മീനിങ്ങും അയച്ചു തരാൻ പറയുക. സോ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് തന്നെ ഒരു മടിയോ ചമ്മലോ ഫീൽ ചെയ്യില്ല. വൈ? ബിക്കോസ് നമ്മൾ ഇന്നൊരാളുടെ അടുത്ത് പോയിട്ട് ലേൺ ചെയ്യുകയാണെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും വിചാരിക്കുമോ, അല്ലെങ്കിൽ ഇത് കൂടെ അറിയാതെയാണോ അവർ ഇത്രയും വർഷമായിട്ടിരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് ചിലപ്പോൾ നമുക്ക് വരാം. അല്ലെങ്കിൽ ഒരു മടി ഉണ്ടാവാം, അല്ലെങ്കിൽ ബുക്ക് നോക്കി പഠിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ഈസി ആയിട്ട് മനസ്സിലായി എന്ന് വരില്ല. പക്ഷേ ഈ ഒരു ആപ്പിലൂടെ ChatGPT ഈസി ആയിട്ട് നമുക്ക് എത്ര സിമ്പിളായിട്ടൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ അത്രയും ഈസി ആയിട്ട് പറഞ്ഞു തരും എന്നുള്ളതാണ്. ഇനി അടുത്ത തേർഡ് പോയിന്റ് നമ്മൾ ചെയ്യേണ്ടത്, ഇത് 2 സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പോയിന്റ്, ആസ്ക് ChatGPT ടു കറക്റ്റ് യുവർ മിസ്റ്റേക്സ്. ഓക്കെ, ഇപ്പം നമ്മളൊരു സെൻറ്റൻസ് പറയുക, ആൻഡ് ആ സെൻറ്റൻസിൽ എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട് എന്നുള്ളത് ChatGPTനെ അനലൈസ് ചെയ്ത് അതിന് കറക്റ്റായിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് റിപ്ലൈ തരാൻ പറയാം. സോ നിങ്ങളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ, ഞാൻ മാർക്കറ്റിൽ പോയി, ഇന്നലെ ഞാൻ മാർക്കറ്റിൽ പോയി എന്നുള്ളതിന് നിങ്ങൾ ഇന്ന് ChatGPTയോട് പറയണം കേട്ടോ. സോ നിങ്ങൾ സപ്പോസ് ബിഗിനർ ആണെങ്കിൽ ഐ ഗോ ടു മാർക്കറ്റ് യെസ്റ്റർഡേ, അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞു വിചാരിക്കുക. സോ ChatGPT എന്ത് ചെയ്യും, അതിനെ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്തിട്ട് എന്താക്കും, ഐ വെൻറ്റ് ടു മാർക്കറ്റ് യെസ്റ്റർഡേ, അങ്ങനെ ഐ വെൻറ്റ് ടു മാർക്കറ്റ് യെസ്റ്റർഡേ. അപ്പോൾ ആ
നമ്മൾ പറഞ്ഞതിൽ ആ ഗോ ഇല്ലേ, ആ ഗോ ആണ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് അത് മാറ്റിയിട്ട് വെൻറ്റ് എന്നാക്കിയിട്ട് ആ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് തരും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ നമ്മൾ പറഞ്ഞ ആ ഒരു സെൻറ്റൻസിൽ എവിടെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, എവിടെയാണ് ആ ഗ്രാമാറ്റിക് മിസ്റ്റേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതേപോലെ ഓരോ കോൺവെർസേഷൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഒരാൾക്ക് സംസാരിക്കേണ്ട ഒരു കോൺവെർസേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ റിസപ്ഷനിൽ പോയിട്ട് എന്തെങ്കിലും ഇംഗ്ലീഷിൽ ചോദിക്കണം എന്നുണ്ടെങ്കിൽ അതിങ്ങനെ മലയാളത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ChatGPT ഇംഗ്ലീഷിലാക്കിയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. ആൻഡ് എപ്പോഴും ChatGPTയോട് ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ഇംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് പഠിപ്പിച്ച് തന്നാൽ മതി എന്ന് പറയുക. ബിക്കോസ് കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബിഗിനിങ്ങിൽ മനസ്സിലായില്ല എന്ന് വരും. ആൻഡ് അതേപോലെ ഒരുപാട് കോൺവെർസേഷൻസ്, ഇൻ്റർവ്യൂക്കുള്ള കോൺവെർസേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ജോബ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. നമ്മുടെ റെസ്യൂം നോക്കിയിട്ട് അവർ ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പോൾ ടോക്ക് അബൌട്ട് യുവർ സെൽഫെന്നോ നമ്മളെക്കുറിച്ച് സംസാരിക്കാനൊക്കെ പറയും. സോ നമ്മൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നീറ്റായിട്ട് സംസാരിക്കാൻ നമുക്ക് അറിയണം. മേ ബി നമ്മൾ ഇംഗ്ലീഷ് പഠിച്ച ആൾക്കാരാവാം, പക്ഷേ സംസാരിക്കാൻ കോൺഫിഡൻസ് ഒട്ടുമില്ല, അല്ലെങ്കിൽ വേർഡ്സ് ഫ്രെയിം ചെയ്ത് സംസാരിക്കാനൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല എന്നുള്ളവർക്ക് ഡെയിലി ഒരു 10 to 15 മിനിറ്റ്സ് നിങ്ങൾ ChatGPTൻ്റെ അടുത്ത് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കോൺവെർസേഷൻ ബിൽഡ് ചെയ്ത് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയാൻ പറയുക. ആൻഡ് നിങ്ങൾ പറയുന്ന ഓരോ ലൈനും കറക്റ്റ് ചെയ്ത് തെറ്റുകൾ മനസ്സിലാക്കി തരാൻ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുക. അടുത്ത പോയിന്റ്, പ്രാക്ടീസ് സ്പീക്കിംഗ് നോട്ട് ജസ്റ്റ് ടൈപ്പിംഗ്. നമ്മൾ ChatGPTയിൽ പോയിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അത് മാത്രം ഇങ്ങനെ മെസ്സേജ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, സ്പീക്ക് ചെയ്യാൻ നോക്കണം. അതായത് ChatGPTയിൽ ഇന്നൊരു ഓപ്ഷൻ ഉണ്ട്, ലൈവായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ആ ഒരു AI ആയിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റും. സോ ഒരു വോയിസിൽ അത് ഇങ്ങോട്ട് സംസാരിക്കും, നമ്മൾ അങ്ങോട്ട് സംസാരിച്ചാൽ അത് ഇങ്ങോട്ടും സംസാരിക്കും. അപ്പോൾ അതിലൊരു ഓപ്ഷൻ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും. സോ ആ സ്ക്രീനിൽ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT ഇങ്ങനെ കേൾക്കാൻ തുടങ്ങും, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ അത് കേൾക്കാൻ തുടങ്ങും. ആൻഡ് നമ്മൾ സംസാരിച്ച ശേഷം അതിനുള്ള റിപ്ലൈ അത് ഇങ്ങോട്ട് പറഞ്ഞു തരും, വോയിസിലൂടെ പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള കോൺവെർസേഷൻ ചെയ്യുമ്പോൾ എന്താ ഉപകാരം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തിനാണ് ഈ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് പഠിക്കണം എന്ന് വിചാരിച്ച് മെനക്കെട്ടത്? ബിക്കോസ് നമുക്ക് ഒരാൾക്ക് സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇപ്പോൾ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളത്. സോ വെറുതെ മെസ്സേജിലോട്ട് ടൈപ്പ് ചെയ്ത് പഠിച്ചാൽ അത് കറക്റ്റായിട്ട് വരില്ല. നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫ്ലുവൻസിയും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കിട്ടുന്ന ആ ഒരു ഇതും ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് പോയിന്റ്, ChatGPTൻ്റെ അടുത്ത് ആക്ട് ചെയ്യാൻ പറയുക. എന്തായിട്ട് ആക്ട് ചെയ്യുക? ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിലാണ്, ChatGPT ആണ് ഇൻ്റർവ്യൂവർ, നിങ്ങളെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്ന ആളാണ് ChatGPT എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ പറയുക. അപ്പോൾ ChatGPT നിങ്ങൾ പറയുന്ന പോലെ ആക്ട് ചെയ്യും. അതിങ്ങനെ ഒരു HR ആയിട്ട് ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോയ പോലെ റിപ്ലൈസ് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ, അപ്പോൾ അത് നമ്മളെ കറക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഇൻ്റർവ്യൂസും അങ്ങനെ ഒരുപാട് പ്ലേസസിലൊക്കെ പോയിട്ട് നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് ഈസി ആയിട്ട് സംസാരിക്കാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ആൻഡ് അതേപോലെ ഇതോടുകൂടി നിർത്തരുത്, പുതിയ പുതിയ വേർഡ്സ് ഡെയിലി ChatGPTയിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ പറയുക. അതായത് ഇന്ന് നമുക്ക് കുറച്ച് പുതിയ വേർഡ്സും അതിൻ്റെ മലയാളത്തിലെ ആ വേർഡ്സും ആൻഡ് അതിൻ്റെ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളതും ഡെയിലി പഠിക്കുക. ഡെയിലി കുറച്ച് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില വാക്കുകളെ ഇംഗ്ലീഷിൽ നമുക്ക് പറയാൻ അറിയില്ലല്ലോ, അതെന്താണ്, ആ സാധനത്തിൻ്റെ പേര് ഇംഗ്ലീഷിൽ എന്താണ്, അങ്ങനെ ഓരോ വേർഡ്സ് ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു 10 വേർഡ്സിന് എനിക്ക് മീനിങ്ങും ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷനും ചെയ്ത് തരാൻ പറയുക. ആൻഡ് അതിരുന്ന് വായിച്ച് മനസ്സിലാക്കുക. ഇങ്ങനെ ഈ ഒരു ടിപ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൈസ മുടക്കാതെ വേറെ ക്ലാസ്സസിനൊന്നും പോവാതെ ഈസി ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് ഒരാളുടെ ട്രെയിനിങ് ഉണ്ട് എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ, ആരെ ട്രെയിനിങ്? നമ്മുടെ ChatGPT നമ്മളെ ട്രെയിൻ ചെയ്യാൻ ഒരാളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ധൈര്യമായിട്ട് പേടിക്കാതെ ഇതൊരു നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. അല്ലാതെ 4 ദിവസം നോക്കിയിട്ട് 5ാമത്തെ ദിവസം ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. സോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുക്കുക. ഒരു നോട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ
ഓരോ വേർഡ്സ് ഒക്കെ എഴുതി വെക്കുക, അങ്ങനെയും കൂടെ ചെയ്തിട്ട് ChatGPT ആയിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു 1 to 2 months കഴിയുമ്പോഴേക്കും തന്നെ അടിപൊളിയായിട്ട് ഇംഗ്ലീഷിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. ആൻഡ് നിങ്ങളുടെ ആ ഒരു സ്പീക്കിംഗ്, നിങ്ങളുടെ ആ ഒരു ഫ്ലുവൻസി, സംസാരിക്കാനുള്ള ഒരു ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടല്ലോ, ഗ്രാമർ മിസ്റ്റേക്ക്, അതൊക്കെ നന്നായിട്ട് കുറയുന്നത് നിങ്ങൾക്ക് തന്നെ നോട്ടീസ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആൻഡ് ഓൾസോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ ഇതെൻ്റെ Day 4 ഓഫ് പോസ്റ്റിംഗ് വീഡിയോസ് കണ്ടിന്യൂസ്ലി ഇൻ യൂട്യൂബാണ്. എൻ്റെ Day 4 ആണ്. ഇതെൻ്റെ ഒരു ചാലഞ്ചാണ്. ഞാൻ ഡെയിലി വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാ വീഡിയോസും കണ്ടു നോക്കുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.